ലോക്സഭാ മണ്ഡല പുനർനിർണയത്തിൽ പ്രധാനമന്ത്രിയെ ആശങ്ക അറിയിക്കാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് എംപിമാർ ആശങ്ക അറിയിക്കും. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ വിളിച്ച യോഗത്തിലാണ് തീരുമാനം. മണ്ഡല പുനർനിർണയത്തിൽ സംസ്ഥാനങ്ങളുടെ ആശങ്ക നീക്കണമെന്ന് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. This meeting will serve as strong foundation for the formation and functioning of the Joint Action Committee, which will take the steps forward in making our consensus upheld at the national level. Let me conclude by stating that federalism is not a gift from the Union, but a right of the states. Our collective resistance is not just about seats. It is a fight to preserve India's soul as a diverse and inclusive democracy. ഫെഡറലിസം സംരക്ഷിക്കാൻ സംസ്ഥാനങ്ങൾ ഒന്നിച്ച ചരിത്ര ദിനമെന്ന് യോഗത്തെ എം.കെ. സ്റ്റാലിൻ വിശേഷിപ്പിച്ചു. என்னை பொறுத்தவரையில் இந்திய கூட்டாட்சியை காக்கும் வரலாற்றின் மிக மிக முக்கிய நாளாக இந்த நாள் அமையப் போகிறது. சென்சஸ் அடிப்படையில் மேற்கொள்ளவிருக்கும் மக்கள் தொகை அடிப்படையிலான தொகுதி மறுசீரமைப்பு என்பது நம்மை போன்ற மாநிலங்களை வெகுவாக பாதிக்கப் போகிறது. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് ചേരുന്നത്. റഹീസ്, 13 പാർട്ടികളാണ് യോഗത്തിൽ പങ്കെടുത്തതെന്ന് മനസ്സിലാക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്? എന്താണ് യോഗത്തിന്റെ കൂടുതൽ വിവരങ്ങൾ? പ്രവിധ 13 പാർട്ടികൾ പങ്കെടുത്ത ഒരു വലിയ യോഗമാണ് ചെന്നൈയിൽ നടന്നത്. ഈ മണ്ഡല പുനർനിർണയത്തിനെതിരെ ഇത്രയും പാർട്ടികളെ ഒരുമിച്ച് ചേർക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന് കഴിഞ്ഞിരിക്കുന്നു. അതിൽ തന്നെയും 4 മുഖ്യമന്ത്രിമാരടക്കമാണ് യോഗത്തിൽ എത്തിയത് എന്നുള്ളത് നിർണായകമാണ്. യോഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായി വരുന്നത് ഓരോ നിയമസഭകളും ഓരോ പ്രമേയം പാസ്സാക്കുക എന്നുള്ളൊരു തീരുമാനം യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. ആ നിയമസഭകൾ പ്രമേയം പാസ്സാക്കുകയും ഒപ്പം തന്നെ ഈ യോഗത്തിനെത്തിയ പാർട്ടികളുടെ എംപിമാരുടെ ഒരു കോർ കമ്മിറ്റി ചേർന്ന് ആ കോർ കമ്മിറ്റി ഈ പ്രധാനമന്ത്രിയെ കണ്ട് നിവേദനം നൽകുക. ഇത്തരത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ജനസംഖ്യ കൃത്യമായി നിയന്ത്രിച്ച സംസ്ഥാനങ്ങളുടെ മേൽ ഒരു പ്രശ്നമുണ്ട് എന്ന് കാട്ടിക്കൊണ്ട് കൃത്യമായി ഒരു നിവേദനം നൽകുക എന്നുള്ളതാണ് യോഗത്തിൽ കൈക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന തീരുമാനം. ഒപ്പം തന്നെ അടുത്ത 25 വർഷത്തേക്ക് ഈ മണ്ഡല പുനർനിർണയം നടത്തുന്നത് മരവിപ്പിക്കണം എന്നുള്ളൊരു തീരുമാനം കൂടി അല്ലെങ്കിൽ ഒരു ആവശ്യം കൂടി യോഗത്തിൽ ഉയർന്നു വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമായും ഊന്നിയത് ഈ സംസ്ഥാനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ കേന്ദ്രം തയ്യാറാകണം. ഒപ്പം മുഖ്യമന്ത്രിയുടെ ഒരു വാചകമായിരുന്നു സത്യത്തിൽ ഇന്ന് യോഗത്തിലെ പ്രധാന ഹൈലൈറ്റ്. അതായത് ഈ തരത്തിൽ ഈ ഫെഡറലിസം എന്ന് പറയുന്നത് ഒരു ഔദാര്യമല്ല, മറിച്ച് സംസ്ഥാനങ്ങളുടെ അവകാശമാണ്. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയും ഒരു ഔദാര്യം പോലെയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് എന്നുള്ള ഒരു വാചകം അത് മറ്റുള്ള യോഗത്തിനെത്തിയ നേതാക്കൾ പോലും ഏറ്റുപറഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അപ്പോൾ അത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് കൃത്യമായ ഒരു പ്രാധാന്യം ഇന്നത്തെ യോഗത്തിൽ ലഭിക്കുകയുണ്ടായി. പിന്നീട് പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കളൊക്കെയും ഇതൊരു രാഷ്ട്രീയ റെപ്രസെന്റേഷന്റെ ഒരു പ്രാതിനിധ്യത്തിന്റെ വിഷയമായി കൃത്യമായി ചിത്രീകരിച്ചു. കാരണം സീറ്റ് കുറയുമ്പോൾ പാർട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നമെന്നാണ് BJP ഇതിനെ കണക്കാക്കിയിരുന്നത്. പക്ഷെ അതൊരു രാഷ്ട്രീയ പ്രാതിനിധ്യത്തിന്റെ പ്രശ്നമാണ് എന്നുള്ള തരത്തിൽ അഡ്രസ്സ് ചെയ്യാൻ കൃത്യമായി ഇന്നത്തെ യോഗത്തിനെത്തിയ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും YSR കോൺഗ്രസ് യോഗത്തിനെത്തിയില്ലെങ്കിലും ആശംസ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ തൃണമൂൽ കോൺഗ്രസ് ഈ യോഗത്തിലും പങ്കെടുത്തിട്ടില്ല. പക്ഷേ ഒരു വിശാല ദക്ഷിണേന്ത്യൻ ഐക്യം എന്നുള്ള പാർട്ടികളുടെ ഐക്യം എന്നുള്ള രീതിയിലൊക്കെ ഈ ഒരു യോഗത്തെ കാണാൻ കഴിയും. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ യോഗം കഴിഞ്ഞ കുറെ നാളുകളായിട്ടൊക്കെയും ചേരാത്ത ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ ഐക്യനിര അതിനെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ ഒരു പ്രധാന റോള് വഹിക്കാൻ കഴിയുന്ന ഒരു യോഗമാണിത്. എന്തായാലും തുടർ യോഗം ഏപ്രിൽ 15-നുള്ളിൽ തന്നെ ഹൈദരാബാദിൽ ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അടുത്ത യോഗം അവിടെ വെച്ച് നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും യോഗം കൃത്യമായിട്ട് നടക്കും, അല്ലെങ്കിൽ തുടർ ചലനങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുണ്ടായിരിക്കുന്നു. പ്രവിധ.